500 രൂപയ്ക്കുള്ളിൽ നമ്മൾ വാങ്ങിച്ചാൽ വർത്ത് ബൈയിങ് ആകുന്ന കുറച്ച് ഗാഡ്ജറ്റ്സ്, അല്ലെങ്കിൽ 100 രൂപയ്ക്ക് നമ്മൾ വാങ്ങിച്ചാൽ വർത്ത് ബൈയിങ് ആകുന്ന കുറച്ച് ഗാഡ്ജറ്റ്സ്, ഇനി അങ്ങോട്ട് കുറച്ച് അങ്ങനെയുള്ള വീഡിയോകൾ ചെയ്താലോ എന്ന് ചിന്തിച്ചുകൊണ്ട് ആമസോണിൽ കയറുന്ന സമയത്ത് അവരുടെ ഫ്രണ്ടിൽ തന്നെ കണ്ട ഒരു ആഡാണ് ബോട്ടിന്റെ പുതിയ എയർഡോപ്സ് 175ൻ്റെത്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യാൻ പോകുന്നത് ബോട്ട് എയർഡോപ്സ് 175ൻ്റെ കുറച്ച് വിശേഷങ്ങളാണ്. അൺബോക്സിംഗ് അല്ല, ആ ഒരു പ്രോഡക്റ്റ് ലോഞ്ച് ആയ ഉടനെ തന്നെ സാധനം വാങ്ങിച്ച് നമ്മുടെ ചാനലിൽ അൺബോക്സിംഗ് ഉണ്ടാവുന്നതാണ്. വീഡിയോയിലേക്ക് കിടക്കുന്നത് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൺസിഡർ ചെയ്യുക. കൂടാതെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സോടെ ജസ്റ്റ് ഷെയർ ചെയ്ത് ചാനലിനൊന്ന് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ബ്ലാക്ക്, ബ്ലൂ, വൈറ്റ്, റെഡ് എന്നിങ്ങനെ 4 കളേഴ്സിലാണ് നമുക്ക് ഒരു പ്രോഡക്റ്റ് ലഭ്യമാകാൻ പോകുന്നത്. വില പക്ഷേ എവിടെയും മെൻഷൻ ചെയ്തിട്ടില്ല. അതിപ്പോൾ ബോട്ടിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റിലാണെങ്കിലും ആമസോണിൻ്റെ പേജിലാണെങ്കിലും എവിടെയും തന്നെ അങ്ങനെ ഒരു സംഭവമേ കൊടുത്തിട്ടില്ല. പക്ഷേ എനിക്ക് തോന്നുന്നു സ്പെക്കൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഒരു 1500 രൂപയ്ക്കുള്ളിലായിരിക്കണം നമുക്ക് ഈ ഒരു പ്രൈസ് വരേണ്ടത്. ഇനി 1500 രൂപയ്ക്ക് മുകളിലാവുകയാണെങ്കിൽ നിങ്ങൾ അത് എന്നോട് ക്ഷമിക്കുക. ഇനി ഫിസിക്കലി ജസ്റ്റ് നോക്കുവാണെങ്കിൽ അത്യാവശ്യം നല്ല ഡിസൈനോട് കൂടിയിട്ട് തന്നെയാണ് ഈ ഒരു കേസ് ആണെങ്കിലും അതല്ല ഇയർബഡ് ആണെങ്കിലും കാണാൻ സാധിക്കുന്നത്. പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ ഈ ഒരു കേസ് വെറും ഒരു കേസ് അല്ല, ഒരു പവർ ബാങ്ക് കൂടിയിട്ടാണ്. പക്ഷേ എത്ര mAh ബാറ്ററി കപ്പാസിറ്റി എന്ന് എവിടെയും മെൻഷൻ ചെയ്തിട്ടില്ല. എന്നാൽ നമുക്ക് അപ് ടു 35 hours ടോട്ടൽ പ്ലേ ടൈം ലഭ്യമാകും. 50% നമ്മൾ പാട്ട് കേട്ട് കഴിഞ്ഞാൽ. പിന്നെ ഫാസ്റ്റ് ചാർജിങ് ടെക്നോളജി ഉള്ളതുകൊണ്ട് തന്നെ 5 minutes നമ്മൾ ജസ്റ്റ് ഒന്ന് ചാർജ് കഴിഞ്ഞാൽ 75 മിനിറ്റും നമുക്ക് ടോട്ടൽ പ്ലേ ടൈം ലഭ്യമാകുന്നതാണ്. കൂടാതെ നമുക്ക് ഇൻസ്റ്റാ വേക്ക് ആൻഡ് പേ ടെക്നോളജി ഉണ്ട്. അതായത് ജസ്റ്റ് കേസ് ഒന്ന് ഓപ്പൺ ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഓൾറെഡി ഏത് ഡിവൈസിലാണോ പേ ചെയ്തേക്കുന്നത് അതിലേക്ക് ഓട്ടോമാറ്റിക്കലി അങ്ങോട്ട് കണക്റ്റഡ് ആകുന്നതാണ്. ഇനി ഇയർബഡുകളിലേക്ക് വരുവാണെങ്കിൽ വളരെ മനോഹരമായിട്ടുള്ള ഡിസൈനോട് കൂടിയിട്ട് തന്നെയാണ് ഈ ഒരു ഇയർബഡുകൾ ലഭ്യമാകുന്നത്. കംഫർട്ടബിൾ ആയിരിക്കണം നമ്മുടെ ചെവിയിലേക്ക് വയ്ക്കുമ്പോഴത്തെ. അതൊക്കെ നമ്മൾ വാങ്ങിച്ച് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ അത് പറയാൻ പറ്റുള്ളൂ. എന്തായാലും 10mm ഡൈനാമിക് ഡ്രൈവേഴ്സോട് കൂടിയിട്ടാണ് ഈ 2 ഇയർബഡുകൾ നമുക്ക് ലഭ്യമാകുക. കൂടാതെ 8 hours നമുക്ക് സിംഗിൾ ചാർജിലും പ്ലേ ടൈം ലഭ്യമാകുമെന്ന് കമ്പനി അവകാശപ്പെടുന്നുണ്ട്. ഇതിലും എത്ര mAh ബാറ്ററി കപ്പാസിറ്റി അല്ലെങ്കിൽ എത്ര മിനിറ്റ് കൊണ്ട് നമുക്ക് ഇത് ചാർജ് ആകുമെന്ന് തന്നെ എവിടെയും മെൻഷൻ ചെയ്തിട്ടില്ല. ഇനി ഇതിൽ എടുത്ത് പറയേണ്ട ഒരു സംഭവം എന്ന് പറഞ്ഞത് ക്വാഡ് മൈക്ക് വിത്ത് ENX ആണ്. അതായത് നമ്മുടെ 4 മൈക്ക് ഉണ്ട്, ഓരോ ഇയർബഡുകളിലും 2 മൈക്ക് വീതം. അതുകൊണ്ട് തന്നെ കോൾ ക്വാളിറ്റിയുടെ കാര്യത്തിൽ നമുക്ക് വലിയ ഡൗട്ടുകൾ ഉണ്ടാവാൻ ചാൻസസ് ഇല്ല. അവിടെയും ഞാൻ പറയണത് സാധനം നമ്മുടെ കൈ കെട്ടി കഴിഞ്ഞാൽ കൂടുതൽ പറയാൻ പറ്റുള്ളൂ. പക്ഷേ ബീസ്റ്റ് മോഡിന്റെ കാര്യം ഇവർ എവിടെയും തന്നെ മെൻഷൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ ഗെയിം കളിക്കാനൊക്കെ തന്നെ ഇത് നമുക്ക് പറ്റുമോ ഇല്ലേ എന്നുള്ളതൊക്കെ നമ്മുടെ ആ ഒരു അൺബോക്സിംഗ് വീഡിയോ നിങ്ങൾ കാണുമ്പോഴത്തേക്ക് മനസ്സിലാകുന്നതാണ്. ബ്ലൂടൂത്ത് വേർഷൻ എന്ന് പറഞ്ഞാൽ 5.2, അതുപോലെ തന്നെ ബ്ലൂടൂത്ത് റേഞ്ച് എന്ന് പറഞ്ഞാൽ 10 മീറ്റർ ആണ്. കൂടാതെ IPX4 ഒരു വാട്ടർ ആൻഡ് സെറ്റ് പ്രൊട്ടക്ഷൻ ഉള്ളതുകൊണ്ട് തന്നെ അത്യാവശ്യം ഡ്രസ്സിലിംഗിലും അല്ലെങ്കിൽ വർക്കൗട്ടൊക്കെ ചെയ്യുമ്പോഴത്തേക്ക് നമ്മൾ ഈ ഒരു പ്രോഡക്റ്റ് യൂസ് ചെയ്താലും അങ്ങനെ അടിച്ചു പോകാനായിട്ട് ചാൻസസേ ഇല്ല. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ബേസിക് ആയിട്ട് ഇവർ ആമസോണിൽ ഒഫീഷ്യലായിട്ട് കൊടുത്തിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ എന്ന് പറഞ്ഞത്. ഇനി ഇതിൽ കൂടുതൽ സ്പെക്കുകൾ ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ തന്നെ ഈ ഒരു പ്രോഡക്റ്റ് ലോഞ്ച് ആകുമ്പോഴത്തേക്ക് അറിയാൻ പറ്റുള്ളൂ. എനിക്ക് തോന്നുന്നത് നാളെ, അതായത് മെയ് 19 ഈ ഒരു പ്രോഡക്റ്റ് ലോഞ്ച് ആവാൻ ചാൻസ് ഉണ്ട്. കാരണം ബോട്ടിന്റെ ഒരു വാച്ച് ലോഞ്ച് ആവാനിരിക്കുവാണ് ഈ ഒരു മെയ് 19. അതുകൊണ്ട് തന്നെ അതിന്റെ കൂടെ ലോഞ്ച് ആകാനായിട്ടാണ് ചാൻസ്. ഇനി അതല്ല, ഈ ഒരു ബോട്ടിന് ഒരു പ്രത്യേകത ഉണ്ട്. ചില പ്രോഡക്റ്റുകളൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുപോലെ ഓരോ മാസങ്ങൾ അല്ലെങ്കിൽ 2-3 മാസങ്ങളൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ഇത് ലോഞ്ച് ആവാൻ പോകണമെന്ന് പറഞ്ഞിട്ട് ലോഞ്ച് ആക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെയും നമുക്കത് ഷൂർ പറയാൻ പറ്റില്ല. എന്തായാലും മെയ് 19 ഈ ഒരു പ്രോഡക്റ്റ് ലോഞ്ച് ആകും എന്നുള്ളൊരു വിശ്വാസത്തോടെ ഞാൻ ഇവിടെ വെച്ചിട്ട് ഈ ഒരു വീഡിയോ കൺക്ലൂഡ് ചെയ്യുകയാണ്. എന്തായാലും ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെടുമെങ്കിൽ നമ്മുടെ ഫാമിലി ആയിട്ടും ഫ്രണ്ട്സോടെ ജസ്റ്റ് ഷെയർ ചെയ്യുക. കൂടാതെ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കണ്ട. ഇനി സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോ കാണുമായിരിക്കും. ബൈ.